ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കമൻസ് ആണ് നമ്മുടെ പുതിയ ബ്രസ ഫേസ് ലിഫ്റ്റിനെ പറ്റി ചോദിച്ചുകൊണ്ട്, അതായത് എന്നാണ് ഇത് വരുന്നത്, ഇതിനെപ്പറ്റി ഇപ്പോൾ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്തായാലും ഇപ്പോൾ ഈ വണ്ടി ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എമിഷൻ ടെസ്റ്റിംഗ് ആണ് നടക്കുന്നത്. ആൻഡ് ഈ വണ്ടി ഇപ്പോൾ ക്യാമഫ്ലാജ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് നല്ല നീറ്റായിട്ട് കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതിലെനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നാണ്. കാരണം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇതിൻ്റെ അകത്തില്ല. അതായത് അവർ ചെറുതായിട്ട് മാറ്റിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒരിപ്പോഴും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഫോഗ് ലാംപ്സിൻ്റെ പൊസിഷനിങ് താഴെ നിന്ന് അവരെടുത്ത് മുകളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. സോ അവിടെ ബമ്പറിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസം വന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ അതല്ലാതെ ഗ്രില്ലിൻ്റെ ഡിസൈൻ, അതിനകത്തും കുറച്ച് ഡിസൈൻ പാറ്റേൺ വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം അത് അവർ കവർ ചെയ്തിട്ടുണ്ട്. സുസുക്കി ലോഗോയും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് അത് എക്സാക്ട്ലി സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. നമുക്ക് താഴെ നിന്ന് വരുന്ന അവർ രണ്ട് LED DRLs താഴത്തേക്ക് നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ്. പിന്നെ LED ഹെഡ് ലാംപ്സ് ഒക്കെ ഡെഫിനറ്റ്ലി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ ആകപ്പാട് ബമ്പറിൻ്റെ ഡിസൈൻ മാത്രമേ ഫ്രണ്ടിൽ ഡിസൈൻ ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ ഒരു ഫീച്ചറിന് അഡീഷനായിട്ട് പറയാൻ പറ്റുന്ന അഡാസിൻ്റെ ഒരു സെൻസർ നമുക്ക് കാണാം എന്നുള്ളതാണ്. സോ അത് അഗെയിൻ വളരെ നല്ലൊരു കാര്യമാണ്. അവർ ഈ ഒരു സെഗ്മെൻറ്റ് മുതൽ അഡാസ് കൊടുക്കുന്നു എന്നുള്ളത്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ആകപ്പാടെ വിക്ടോർസിൽ മാത്രമേ, സുസുക്കിയുടെ വാഹനങ്ങളിലും പിന്നെ വിറ്റാറിലും മാത്രമാണ് നമുക്ക് അഡാസ് കിട്ടുന്നത്. സോ ഈ ഒരു പ്രൈസ് പോയിന്റിൽ, ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് എന്തായാലും മാരുതിയുടെ വണ്ടി ബാക്കി വാഹനങ്ങളിലൊന്നും അഡാസ് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ അഡാസ് ഉള്ള ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള വണ്ടി ഇത് തന്നെയായിരിക്കും. ഇതാണ് നമുക്ക് എക്സ്റ്റീരിയറിൽ പറയാൻ പറ്റുന്ന ഡിഫറൻസ്. ഇനി ഈ സൈഡിലേക്ക് വരികയാണ്, അതായത് ഫ്രണ്ട് സൈഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ പുതിയ അലോയ് വീൽസിൻ്റെ ഡിസൈൻ കാണാം. 16 ഇഞ്ച് തന്നെയാണ്. അവർ സൈസൊന്നും കൂട്ടാൻ വലിയ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഡിസൈൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിപ്പോൾ എനിക്ക് 2022 ഈ ഒരു പുതിയ ഷേപ്പ് പ്രസ് വന്നില്ലേ, അപ്പോൾ തൊട്ടുള്ള എല്ലാ അലോയ്സും ഭയങ്കര മോശമാണ്. നേരത്തെ ഉണ്ടായിരുന്ന വെച്ചാൽ കമ്പയർ ഇതിന് മുന്നത്തെയും കുറച്ചധികം മോശമായിരുന്നു. ഇതും ഒരു ഭയങ്കര ആവറേജ് ആയിട്ടുള്ള ഡിസൈനാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. കാരണം എൻ്റെ അഭിപ്രായം മാത്രം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതല്ലാതെ സൈഡ് പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസമില്ല. എക്സാക്ട്ലി എങ്ങനെയായിരുന്നു അത് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ വണ്ടി ഇപ്പോഴും ഗ്ലോബൽ സി പ്ലാറ്റ്ഫോം തന്നെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനി റിയർ ഡിസൈൻ, അവിടെയാണ് ഒന്നുമില്ലാത്തത്. അതായത് നേരത്തെ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഈ വാഹനത്തിൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത്. സെയിം ടൈൽ ലാംപ്സ്, സെയിം വിൻഷീൽഡ് ആ ഒരു ഡിസൈൻ. ബമ്പറിൻ്റെ ഡിസൈൻ അഗൈൻ ഫ്രണ്ടിൽ മാറ്റി വരുന്നത് ചെറുതായിട്ട് മാറ്റുമായിരിക്കും. കാരണം അത് അവർ ലൈറ്റായിട്ടൊന്ന് ക്യാമഫ്ലാജ് ചെയ്തിട്ടുണ്ട്, അതാരും കാണാതിരിക്കാനായിട്ട്. അതുമാത്രമേ ഉള്ളൂ എനിക്ക് ആകപ്പാടെ ഫീൽ ചെയ്ത്. ബാക്കിയെല്ലാം എക്സാക്ട്ലി സെയിം ആണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു മുകളിൽ വന്നിരിക്കുന്ന സ്പോയിലറിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസം വന്ന പോലെ എനിക്ക് തോന്നുന്നത്. അതോ ഇനി നേരത്തെ അങ്ങനെയായിരുന്നു എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അതുമാത്രമാണ് ഇതിനകത്ത് ആകപ്പാടെ പറയാൻ പറ്റുന്ന ഡിഫറൻസ്. ബാക്കിയെല്ലാ സംഭവങ്ങൾ എക്സാക്ട്ലി സെയിം ആണ്. പിന്നെ നമുക്ക് മിററിൻ്റെ താഴെ ആ ഒരു ചെറിയ ബൾജിങ് ഒക്കെ കാണാം 360 ക്യാമറയ്ക്ക് വേണ്ടിയുള്ളത്. അതൊക്കെ പക്ഷേ ഓൾറെഡി 2022 ഈ വണ്ടിയിൽ മേജർ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ജനറേഷൻ അപ്ഡേറ്റ് എന്ന് തന്നെ പറയാം, അത് വന്നപ്പോഴേക്കും അവരിന്ന് കൊടുത്തിരുന്ന ഫീച്ചേഴ്സ് ആയിരുന്നു. അതുപോലെ സിംഗിൾ പെയിൻ സൺറൂഫൊക്കെ ഈ വണ്ടിയിൽ ആ സമയം പോലെ വന്നായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് കൊടുക്കാനാണെങ്കിൽ ശരിക്കും വേണ്ടത് പാനോറാമിക് സൺറൂഫ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഈ സെഗ്മെൻറ്റിൽ അത്യാവശ്യം വണ്ടികൾ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പുതിയ നെക്സോണിലുണ്ട്, 3XOയിലുണ്ട്, സെറോസിലുണ്ട്, അങ്ങനെ കുറേ വാഹനങ്ങളിൽ കിട്ടുന്നുണ്ട്. സോ മാരുതി ഇത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സംഭവം ആയേനെ. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ അവരെന്തായാലും എക്സ്റ്റീരിയറിൽ ഡിസൈൻ അധികം മാറ്റാത്തതുകൊണ്ട് ഇൻറ്റീരിയറിലും ഡിസൈൻ മാറ്റുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ചിലപ്പം നമുക്ക് വിക്ടോർസിൽ കിട്ടിയ ആ 10 ഇഞ്ചസിൻ്റെ സ്ക്രീൻ ഈ വണ്ടിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് UI വരുന്ന 9 ഇഞ്ചസിൻ്റെ സ്ക്രീൻ വരെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ അഡാസ് ഉള്ളതുകൊണ്ട് ഈ ക്ലസ്റ്റർ എന്തായാലും മാറും. നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു സെമി ഡിജിറ്റൽ ആയിട്ടുള്ള നടുവിലൊരു 4.2 ഇഞ്ച് TFT ഡിസ്പ്ലേ വരുന്ന ഒരു ക്ലസ്റ്ററാണ്. അതെന്തായാലും മാറിയിട്ട് നമുക്ക് വിക്ടോർസിലൊക്കെ ഉള്ളതുപോലെ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്ററും സാധനങ്ങളൊക്കെ ഇതിനകത്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതല്ലാതെ വേറെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഫീച്ചേഴ്സിൻ്റെ അഡീഷൻ വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ അവർ ഇതിനകത്ത് കൊടുക്കുകയായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അതുമാത്രമാണ് മിസ് ഔട്ടായി പോയെന്ന് പറയാൻ പറ്റുന്ന സംഭവം. പിന്നെ വേണമെങ്കിൽ ഇലക്ട്രിക് സീറ്റ്സ് ഡ്രൈവർ സൈഡിലെങ്കിലും കൊടുക്കാം. അതൊക്കെ പക്ഷേ കുറച്ച് എക്സ്ട്രാ ചോദിക്കുന്ന പോലെ ആയി പോകും. ഒന്നാമത് മാരുതിയാണല്ലോ. ഈ വണ്ടിക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ്. ഓൾമോസ്റ്റ് ഇതിനേക്കാൾ ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ വരുന്ന വണ്ടികളിലൊക്കെ പ്രൈസിൽ തന്നെയാണ് ഈ വാഹനത്തിന് ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് നമുക്ക് ഓൺ റോഡ് കിട്ടുന്നത്. സോ അത് കുറയ്ക്കണമെങ്കിൽ ഇവർ ഇതിൻ്റെ എഞ്ചിൻ മാറ്റേണ്ടി വരും. കാരണം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 1.5 ലിറ്റർ എഞ്ചിനാണ്. സോ ഈ വണ്ടിയുടെ ടാക്സ് ബ്രാക്കറ്റ് വരുന്നത് 40% ആണ്. ബാക്കി വണ്ടികളെല്ലാം ഏകദേശം 8% അടുത്ത് ടാക്സ് ബ്രാക്കറ്റിൽ വരുന്നുള്ളൂ. കാരണം അതിൻ്റെയൊക്കെ എഞ്ചിൻ 1.2 ലിറ്ററിന് താഴെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. പെട്രോൾ ഡീസലാണെങ്കിൽ 1.5 ലിറ്ററിന് താഴെ വന്നാൽ മതി. സോ ഇതെല്ലാം മിക്ക വണ്ടികളും ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിക്ക് പക്ഷേ K15C എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത് മിക്കവാറും മാറും. ഈ എഞ്ചിൻ കംപ്ലീറ്റ് ആയിട്ട് അവരെടുത്ത് കളഞ്ഞിട്ട് ഡൗൺ സൈസ് ചെയ്യുമെന്ന് അറിയില്ല ഫ്രോങ്സ് പോലെ. അതായത് 1.2 ലിറ്റർ എന്നെ 1 ലിറ്റർ ടർബോ ബൂസ്റ്റർ ജെറ്റും ആക്കോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മിക്കവാറും ഇതിനകത്തൊരു ടെർബോ പെട്രോൾ ഈ ഒരു അവസരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് ആയിരിക്കും ഫ്രോങ്സിലുള്ളത്. അതായത് 100 PS പവർ, 140 Nm അടുത്ത് ടോർക്ക്, അല്ല 152 Nm അടുത്ത് ടോർക്ക്. അത് വലിയ കുഴപ്പമില്ല. ഈ വണ്ടിയിൽ വരികയാണെങ്കിലും ടർബോ പെട്രോൾ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു പവർ ഡെലിവറി ഉണ്ടാവും. 10-11 സെക്കൻഡ്സിനടുത്തൊക്കെ 0-100 ആക്ച്വലി അച്ചീവബിൾ ആണ്. കാരണം ഫ്രോങ്സ് ഏകദേശം 10 സെക്കൻഡ്സ് ആണ്. അതിനേക്കാൾ കുറച്ചുകൊണ്ട് ലൈറ്റ് ആണല്ലോ ബലേനോയുടെ സെയിം ഷാസി ആയതുകൊണ്ട്. ഈ വണ്ടിയിൽ പിന്നെ 1.2 ടർബോ വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലോജിക്ക്
എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ ഒരു Z12 എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള വല്ല ടർബോ പെട്രോളും ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന്. കാരണം എൻ്റെ ആവശ്യമില്ല, ഓൾറെഡി 1 ലിറ്റർ ബൂസ്റ്റ് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിപ്പോൾ നമ്മൾ കണ്ടറിയേണ്ടി വരും. ഇതിനകത്ത് 1.5 കൊടുക്കാതിരിക്കുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ട്വിൻ സിലിണ്ടർ CNG അതൊക്കെ ഈ വാഹനത്തിൽ അഗൈൻ എക്സ്പെക്റ്റഡ് ആണ്. ട്വിൻ സിലിണ്ടർ അല്ലെങ്കിൽ ഇവരുടെ അണ്ടർബോർഡ് CNG, അതായത് നമ്മുടെ മറ്റേ വിക്ടോർസിലൊക്കെ കണ്ടില്ലേ, ബൂട്ടിൻ്റെ താഴെ ഒരു CNG കൊടുക്കുന്നു, നമുക്കങ്ങനെ ബൂട്ട് സ്പേസ് അധികം ഹിൻഡർ ആവാത്ത രീതിയിലുള്ളൊരു പ്ലേസ്മെൻറ്റ്, അതൊക്കെ ഈ വാഹനത്തിലും ഉറപ്പായിട്ടും എക്സ്പെക്റ്റഡ് ആണ്. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പുതിയ ബ്രസയിൽ വരുന്നു എന്ന് പറയാൻ പറ്റുന്നത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ലോഞ്ച് ഡേറ്റ് ഇപ്പോഴും അറിയില്ല. അത് അടുത്തൊരു 2-3 മാസത്തിനുള്ളിൽ ഇറങ്ങും എന്നാണ് റൂമേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത്. പക്ഷേ എന്തായാലും ചേഞ്ചസ് ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ മാക്സിമം. നിങ്ങൾക്ക് എന്താണ് ഈ വാഹനത്തിനെ പറ്റി പറയാനുള്ളത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ഒക്കെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.